അടിപൊളി ചലഞ്ച് ആയിട്ടാണ്. ചലഞ്ചോട്ട് പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ് ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മ കുറച്ച് കഥകളൊക്കെ ചോദിക്കും. അത് നമ്മളിതിൽ ഉത്തരം കിട്ടാത്ത രണ്ടാൾക്കാർ ഉത്തരം കിട്ടിയ ആള് ഇതിൽ മുക്കണം. അതാണ് ഉത്തരം കിട്ടിയ ആള് ഇതിലേക്ക് മുക്കേണ്ട ആവശ്യമില്ല. ഉത്തരം കിട്ടാത്ത ആൾക്കാർ ഈ വെള്ളത്തിലേക്ക് മുക്കണം. നേരെ വീഡിയോ പോവാം. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? കടങ്കഥകളല്ല, കുസൃതി ചോദ്യമാണ് കേട്ടോ. ഇത് യൂട്യൂബിൽ നിന്ന് കണ്ടെത്തിയ കുറച്ച് ചോദ്യങ്ങളാണ്. വെള്ളത്തിൽ മുക്കണോ? മുക്കണം, സമയമുണ്ട്, നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന് ആദ്യം ആൻസർ പറയണവര് കൈപൊക്കുക, അങ്ങനെ എന്തെങ്കിലും വേണം. അറിയണവര് എന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ഡാഡി മമ്മി ആകുന്ന സ്ഥലം. കുട്ടി ജനിക്കുമ്പോ അല്ലല്ല, കുട്ടി ജനിക്കുമ്പോ ഡാഡി മമ്മി ആകും. ആലോചിക്കും. ഡാഡി മമ്മി ആകുന്ന സ്ഥലം മരിച്ചുവോ? എങ്ങനെ മറ്റു മമ്മില്ലേ, പ്രേത മമ്മി. അപ്പൊ അതിന്റെ ആത്മാവാതായതേക്കരേ ആണോ? പക്ഷെ ചെറിയൊരു ഭാഗത്ത് പ്രേതാണോ? മെസ്സും കബറോ? ഡാഡി മമ്മി ആകുന്ന സ്ഥലം. മമ്മി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടുക്കണോ? ഒരു കളിയിൽ കേട്ടു. അപ്പൊ ആൻസർ അറിയില്ല. ആൻസർ എന്താ? ആൻസറോ? സ്ഥലത്തിന്റെ പേര് ഈജിപ്ത്. ഈജിപ്തിൽ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാല് മമ്മിയായിട്ട് സൂക്ഷിച്ചു വെക്കുക കരം. സീരിയസ് ആയി എല്ലാരും. അപ്പൊ ആൻസർ ആരും കിട്ടില്ല. ഒരു സ്വയം പണിഷ്മെന്റ് ഏറ്റെടുത്തൊക്കെയാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഉപയോഗത്തിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം. ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം. മുട്ട. ഫിലുവിന് അറിഞ്ഞില്ല, മറ്റൊരു രണ്ടാളും ഒപ്പം ആൻസർ. അപ്പൊ ഇനി ഫിലു മുക്കിക്കോളൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യന് അതെ ആൻസർ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആൻസർ അറിയുന്ന ആൾക്കാർ ഫസ്റ്റ് കൈ വെക്കണം കേട്ടോ. ഒരാൾക്ക് കുളിക്കണം, വീട്ടില് ഉപ്പും പായസം മാത്രം. അയാൾ എങ്ങനെ കുളിക്കും? അതോ ആ പായസത്തൊക്കെ ഉപ്പിട്ട അത് കോളാകും. അപ്പൊ കുളത്തില് മനസ്സിലായോ? കുട്ടികൾക്ക് മനസ്സിലായോ? മൂന്നാൾക്കാർ ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? ഇനി ഓക്കെയോ? അടുത്തത് 100 ആളുകള് കേട്ടോ. 100 ആളുകൾ പോകുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോ 101 ആളുകള് ആവും. അതേതാണ് ആ സ്ഥലം? അതായത് 100 ആളാണ് ആ സ്ഥലത്തേക്ക് പോവുക, പക്ഷെ തിരിച്ചു വരുമ്പോ 101 ആളാവും. ചിലപ്പോ ഇതിനേക്കാളാവും. കുസൃതിയാണ്. ഗോവ. അതെങ്ങനെ? ഗോവ വരുമ്പോ പോവാ, ഗോവ വരുമ്പോ വരിക. അല്ലല്ല, അങ്ങോട്ട് പോകുമ്പോ ഇപ്പൊ 100 ആളാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ എക്സ്ട്രാ ആവും. ചിലപ്പോ അതിനേക്കാളും കുറച്ച് ആൾക്കാർ എക്സ്ട്രാ ഉണ്ടാവും. വീട്ടിലൂടെയോ? കുസൃതി ആയിട്ട് ഓർമ്മയില്ല. അറിയില്ല. അങ്ങോട്ട് പോകുമ്പോ 101 ആൾക്കാർ, അങ്ങോട്ട് പോകുമ്പോ 100 ആള്, ഇങ്ങോട്ട് വരുമ്പോ 101 ആള്. ഏതാ സ്ഥലം പറയണ്ടേ? അതേത് സ്ഥല? അല്ലെങ്കിൽ പോകുന്ന വരുന്ന സ്ഥലം. എനിക്കറിയില്ല. പറയട്ടെ?
വിവാഹ ചടങ്ങ്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് കല്യാണം എഴുതി ഞാൻ എല്ലാം എഴുതിയിട്ട് മനസ്സിൽ വെച്ചിട്ടുള്ളൂ. അതെ, ആ സംഭവം എന്താ വെച്ചാല് കല്യാണത്തിന് പെണ്ണിന് എക്സ്ട്രാ അങ്ങോട്ട് വരുമല്ലോ, ചെറുക്കന്റെ വീട്ടുകാരാണ്ട് പോയിട്ട് പെണ്ണിനെ അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോലോ. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാർ എക്സ്ട്രാ വന്നത് പെണ്ണിന്റെ ഒപ്പം വേറെ ആരെങ്കിലും ചിലപ്പോ പോവല്ലോ, അങ്ങനെയാണ് കേട്ടോ. എന്താണ് അവരെ പണിഷ്മെന്റിന്റെ ഒരു ലുക്ക്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങാണേ. ഇവിടെ 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 ഫിലു. അപ്പോ ഒരു സിംഹവും ഒരു പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോക്കാനുള്ള കാരണം എന്താ? കുസൃതിച്ചോദ്യാണ്. സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാനുള്ള കാരണം എന്താ? അല്ല. കാട്ടില് രാജാവുണ്ട്. അല്ല. എന്നോ സിംഹാസനത്തിൽ ഇരിക്കുന്നോണ്ട് അതിനോടാൻ കഴിയില്ല. ഒരു കുസൃതിച്ചോദ്യാണ്. ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോക്കാനുള്ള കാരണം എന്താ? അതോ പുലിക്ക് ഏറ്റവും വേഗത കൂടിയോണ്ട്. കുറച്ച് ഒരു ഇതായി. സിംഹത്തിന് മണ്ടാൻ വെക്കൂല, എന്നാ പുലിക്ക് മണ്ടാൻ വെക്കും. സിംഹം ഒരാളെ എന്താ തിന്നാൻ നല്ലോണം ഇര പിടിക്കാൻ കഴിയും. പക്ഷെ സിംഹത്തിന് അത്ര വേഗതയിൽ ഓടാനും കഴിയില്ല, ഇര പിടിക്കാനും പെട്ടെന്ന് കഴിയില്ല. അതോ സിംഹം ഓടിയപ്പോ എന്താ പറയാ എന്താ പുലി ഓടിയപ്പോ സിംഹം എന്താ പുലിയെ പിടിക്കുന്ന എഴുതിയിട്ട് മണ്ടിയതാണോ? അല്ലല്ല, എനിക്കറിയില്ല. സിമ്പിളാണ്, ഇത്രയൊന്നും ആലോചിക്കണ്ട. ആൻസർ പറയട്ടെ. സിംഹം തോക്കാനുള്ള കാരണം എന്താന്ന്? പുലി ജയിച്ചോണ്ട്. ലില്ലിക്ക് ഇപ്പഴാ ആലോചിച്ചിട്ട് മനസ്സിലായത്. ലിലു ഉണരൂ. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യന് ഇത് ചിലപ്പോ ഈസി ആയിട്ട് കിട്ടും. അറിയുന്നവർ ഞാൻ കൈ നോക്കിക്കൊണ്ടിട്ടോ. തിന്നാൻ പറ്റുന്ന നിറം? വെള്ളം. വെള്ളം എങ്ങനെ തിന്നാം? വെള്ളം അല്ല, നീല, പച്ച നിറാണോ? ഇനി ഒറ്റ പ്രാവശ്യം ആലോചിച്ചിട്ട് പറയും. തിന്നാൻ പറ്റണ നിറം, തിന്നാൻ പറ്റണ കളർ, തിന്നാൻ പറ്റുന്ന നിറം. ഓറഞ്ച്. ശരിയാണ്. ഓറഞ്ച് ഇല്ലേ ഫ്രൂട്ട്? നല്ല ടഫാണല്ലോ. ഞാൻ എങ്ങനെ ഓറഞ്ച് എങ്ങനെ തിന്നാന്ന് എഴുതിയാണ്ടിരിക്കുമ്പോഴാണ് അപ്പഴാണ് ഫ്രൂട്ട് കയറുന്നത്. അപ്പഴാണ് തട്ടിയത്. അടുത്തേക്ക് പോട്ടെ. ഈസി അങ്ങനെ. ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ്? ഇക്ലിതാ പറയാ. ഇത് ഉപയോഗം തുടങ്ങിയാല് കരഞ്ഞു തീർക്കുന്ന വസ്തു. കൈക്കോട്ട്. അല്ല, അതായത് ഉപയോഗിച്ചു തുടങ്ങിയാല് അല്ലല്ല അല്ലല്ല, ആ വസ്തുവിന്റെ ഇല്ലാണ്ടാവുക. ഉപയോഗിച്ചു തുടങ്ങിയാല് ആ വസ്തു കരയും. അങ്ങനെ പറയാം. ടിഷ്യൂ. ഞാൻ എന്റെ ഓർമ്മയിൽ നാവിന്റെ തുമ്പത്ത് എനിക്ക് കിട്ടാനുള്ള ആവശ്യം. നാവിന്റെ തുമ്പത്തുള്ള സാധനം അതാണ് ചോദ്യം. തീയല്ല. അല്ല അല്ല, തീന്റെ കുറച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കരയുന്നത്. കരഞ്ഞു ഉപയോഗിക്കുമ്പോ അതിങ്ങനെ കരഞ്ഞോണ്ടിരിക്കോ? തീന്റെ അടുത്ത തീയുമായിട്ട് ബന്ധമുണ്ട്. മണ്ണ? അല്ലല്ല. മണ്ണെണ്ണ, പെട്രോള്, വെള്ളം. ഫിലു കൈ എടുക്ക. തേനീച്ച? അല്ല. തേന്. പാമ്പ്. എനിക്കറിയില്ല. ശരി, ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ വസ്തു ഇങ്ങനെ ഉപയോഗിക്കുമ്പോ
ആ വസ്തു സ്വയം ഇങ്ങനെ കരഞ്ഞിരിക്കോ? വസ്ത്രം, ഏയ് വെയില്, വേറൊരു പാത്രം, അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാ. പൈപ്പ, അല്ല അല്ല, കൂടുതൽ യൂസ് ചെയ്യാ രാത്രിയൊക്കെ ആവും. ചന്ദ്രൻ, നക്ഷത്രം, കരയാവും. ആ വസ്തു കരയാണ്. ആ ശരി. ഞാൻ പറയാ ചന്ദ്രത്തിരി, നക്ഷത്രം, പിന്നെ കൊതുകുതിരി വരെ നിൽക്കുന്നു. ആ ഓക്കെ നോക്കിക്കോ നോക്കിക്കോ ഗൈസ്, എനിക്ക് 4 പോയിട്ടായി. ഇനി ആകെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആ ഒരു സംഭവം. ആ ഓക്കെ, ചോദിക്കട്ടെ? റെഡിയാണോ? ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഇ. യെസ്, സനോമോൾ ജയിച്ചു. ഇ. അയ്യോ, ഞാൻ കഴിഞ്ഞു. മതി, ഇത് ഫുള്ള് മുക്കലാണല്ലോ. ഫീൽ ആക്കണം ജയിച്ച. ഞാൻ 2-3 പാടുള്ളൂ. ഞാൻ ജയിച്ചു ഉറപ്പായല്ലോ. അല്ല, ഞാൻ എങ്ങനെ അറിയോ ഈന്ന് പറയാൻ കാരണം ഞാൻ എങ്ങനെ ചിരിച്ചു നോക്കി. അപ്പൊ ഈനെ പറഞ്ഞത് അങ്ങനെ കണ്ടെത്തില്ലേ? ഓക്കെ, എന്നാ ഞാൻ അടുത്ത ചോദിക്കട്ടെ? ഇംഗ്ലീഷ് പറഞ്ഞപ്പോ ഈ എന്നെ ഈ 2 ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി ഒന്നത് കലണ്ടറിൽ കാണപ്പെടുന്ന പഴം. ഡേറ്റ്സ്. ആ ശരിയാണ്. അത് കേട്ടു. അയ്യോ, ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 1. ഞങ്ങൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ജയിച്ചു ഗൈസ്. എന്നാലും ചോദിക്കാലോ. ഏറ്റവും കൂടുതൽ പുകയടിക്കണ ഇംഗ്ലീഷ് അക്ഷരം. ഏറ്റവും കൂടുതൽ പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. എല്ലാ അക്ഷരങ്ങളും പറയണ്ട, ആലോചിച്ചിട്ട് പറയും. നോ. നോ. ഇനി 2 ചാൻസ് തരാം. എല്ലാവർക്കും 2 ചാൻസ് ആണ്. അത് സി ആണ്, പക്ഷെ എങ്ങനെയാണെന്ന് പറഞ്ഞോണ്ടാ. എനിക്കറിയില്ല, ഞാൻ തോറ്റു. എങ്ങനെയാണ്? അത് സി എന്ന് പറയുമ്പോ അതൊരു കൂക്കണ പോലെ ഉണ്ടാവും. ആ അതല്ല, ആൻസർ കറക്റ്റ് ആണ്. സി ആണ് ആൻസർ. എന്താ കാരണം പറഞ്ഞാല് ബീഡി, അതായത് ബീഡിന്റെ ഉള്ളിൽ നിൽക്കുക. ബീഡി നമ്മള് സിഗരറ്റ് ഇല്ലേ, അതിന് പറയുന്ന വേറൊരു അതേപോലത്തെ ഒരു സംഭവമാണ് ഈ ബീഡി. അപ്പൊ ഈ ബീഡി പുക വലിക്കുമ്പോ ഡീന്റെ അടിയിലുള്ളതാണ് സി. മനസ്സിലായോ? അതാ അതാ ഫിലു ഉണരൂ. അപ്പൊ ഇതില് ജയിച്ചത് ഫിൽസയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടോ? ഇന്നില്ല, ഉണ്ടാക്കിയോണ്ട് ഞാൻ ചോദിക്കാണ്ടോ? ഉണ്ടാക്കിട്ട് ഇപ്പോ എന്താ ചോദിക്കാം? ഇതൊക്കെ ഇനി ഞങ്ങൾ എന്തെങ്കിലും ചാലഞ്ച് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാ. ഞങ്ങളെല്ലാം ചെയ്തിട്ടേ നിങ്ങൾക്ക് ആൻസർ എനിക്കറിയാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്ക് ശരിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കാം. ഏറ്റവും കൂടുതൽ ഇത് ചിലപ്പോഴും ഞാൻ ഇടുന്നുണ്ടോ? എന്തായിരിക്കും അത് വരിക? ക്ഷീണിക്കണ ഇംഗ്ലീഷ് അക്ഷരം ഏതാ? എച്ച്. അല്ല, എന്തുകൊണ്ട് നിങ്ങൾ എച്ച് പറഞ്ഞേ? അല്ല, എനിക്കറിയില്ലേ. ഇപ്പോഴും ഞങ്ങൾ ഒന്നും പാടാം. ലെറ്റർ ഇല്ലാതെ വേറെ എന്തെങ്കിലും ചോദിച്ചു? ലെറ്റർ അല്ലാതെ അയ്യൊക്കെ എന്തോ ഭാഗത്ത് കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ഇനി ചോദിക്കൂലേ? പിന്നെ ഒരു സാധനമാണ്. സാധനം എന്ന് വെച്ചാല് ഒരു ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ആണുങ്ങൾക്ക്
ബോയ്സിന് അധികം പൊന്തിട്ടാ നിക്ക, ഗേൾസിന് മുടി, മുടി, താഴ്ന്നിട്ട്. മുടി. അപ്പൊ സ്ഥലം കൂടെ പിന്നെ. ഓക്കെ ഓക്കെ. ലില്ലി മുഖമൊക്കെ വൃത്തിയാക്കി. അപ്പൊ നമ്മളെ ഈ കുസൃതി ചോദ്യത്തിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ടോ. അപ്പൊ ഇതിൽ വിജയിച്ചിട്ടുള്ളത് ഞാനാണ്. അപ്പൊ ഇനി അമ്മക്ക് സമ്മാനം കൊടുക്കണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാ. അടുത്ത അപ്പൊ ഇനി ഫിലൂന് നമുക്ക് എന്തേലൊക്കെ സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം എനിക്ക് വേണ്ട ഗൈസ്, പെന്നാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. സമ്മാനം ഏതായാലും സ്വീകരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്നാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ.